നമ്മുടെ ജബോട്ടിക്ക എന്ന് പറഞ്ഞാൽ മരമുന്തിരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ജബോട്ടിക്ക, മരമുന്തിരി എന്നൊക്കെ. പക്ഷെ ഇവിടെ നിറച്ചു അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ തന്നെ ഇവർ നടത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നോക്കാം. ഇതിൻ്റെ നല്ല അതാടാ, തൊടുമ്പോൾ തന്നെ നല്ല കളറാണ്. നമുക്ക് നോക്കാം. ഇത് വരുന്നുണ്ടാ, ഇത് കണ്ടാ, ഇത് ഉള്ളിലുള്ള കൊള്ളാം. നല്ല ഫ്രൂട്ട്സാണ് ഇത് ഉള്ളത്. ഇത് ഇങ്ങനെ പൊട്ടിക്കുന്നത് തീർന്നു, ബാക്കിയല്ല ഇതാണ് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ മരമുന്തിരിയുടെ ഒരു നിറമാണ്. ഇങ്ങനെ വെറൈറ്റി ആയ നിറങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കയറി വന്നപ്പോൾ റെഡാണ് കണ്ടത്. അപ്പോൾ സൂപ്പർ, നല്ല ഫ്രൂട്ട്സാണ്. മുന്തിരിങ്ങയായിട്ടൊരു സമയമില്ലേ? മുന്തിരിങ്ങയായിട്ട്. പിന്നെ ഇതിന് വേറെ ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു മുള്ളാത്തയുടെ ഒരു ഇല്ലേ, ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. 3-4 ഫ്രൂട്ട്സിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് മുള്ളാത്ത. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ മരത്തിൽ കണ്ട് ഇതെല്ലാം അതിൻ്റെ പൂവ് പൂത്താണ്. ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കാവിരിഞ്ഞ് 24 ദിവസം എന്നാണ് ഇവർ പറയുക. 24 ദിവസം കഴിയുമ്പോൾ നല്ല ഫ്രൂട്ട് ഇതിൽ നിന്ന് നമുക്ക് പറിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. സർവറിന് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വേറെ നമുക്ക് നോക്കാം. ഇത് തൈകളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ജബോട്ടിക്ക എന്ന് പറയുന്നത് മരമുന്തിരിയുടെ തൈകളാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യമായി നടത്തിയ ഒരു ഫെസ്റ്റിവലാണ് വില്യം സാറിൻ്റെ. ഇപ്പം ഈ സാറ് അപ്പം അത്രയും കളക്ഷനാണ്. ഈ കളക്ഷൻ സാർ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഈ ഫെസ്റ്റിവൽ കാണുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വില്യം സാറാണ് ഇതിൻ്റെ ഫെസ്റ്റിവൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ 1 വർഷമൊക്കെ ആയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് വീക്കിൽ നമ്മളൊരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്. മുഴുവൻ ജബോട്ടിക്ക തന്നെ മുഴുവൻ പഴമാവും. ഒരാഴ്ച അടുത്ത മാസം 1 മന്ത് ആകുമ്പോഴത്തേന് ഫുൾ പൂത്ത് എല്ലാം നല്ല ഫ്രൂട്ട്സ് ആവും എന്നാണ് പറഞ്ഞത്. അടുത്ത നെക്സ്റ്റ് മന്തിലും നമുക്ക് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ വരാം. അന്നേരം നമുക്കിത് കാണുകയും എല്ലാം ചെയ്യാം. നമ്മൾ ഓർഗാനിക്കായിട്ട് അത് കമ്പോസ്റ്റ് ആയിട്ടാണ്, ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളായിട്ടാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഡപ്പ ഇങ്ങനെ പൊട്ടൂല? ഇതിന് നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ചെറിയ ഇങ്ങനെ ഗ്രോ ബാഗ് ചെറിയ കവറിൽ നടും. അതിനുശേഷം നെക്സ്റ്റ് സൈസിലേക്ക് മാറ്റും ഇതിലേക്ക്. അങ്ങനെ അതിനുശേഷം നമ്മള് അതെ അതിന് ചെറിയ പോട്ടിലേക്ക് നടും. ചെറിയ പോട്ട് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് വലിയ പോട്ട്. ഇല്ല, അത് നമുക്ക് വേരോടെ ഇങ്ങ് പോരും. ശരി, അതെ. ശരിക്കും പറഞ്ഞാൽ വലിയ പോട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ മാറ്റിന്റെ ആവശ്യമുണ്ടോ? അല്ല, നമ്മൾ എന്താ വെച്ചാൽ പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ അപ്സൈസ് ചെയ്യാൻ വേണ്ടത്. അതായത് ചെറിയ പോട്ടിൽ നട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി അതിനെ. ഇല്ല, അങ്ങനെയാണ് നടേണ്ടത് ശരിക്കും. നമ്മൾ ആദ്യം തന്നെ വലിയൊരു പോട്ടിൽ നടുന്നതിന് പകരം ചെറിയ ചട്ടികളിൽ നട്ടിട്ട് അത് 1 മാസം 6 മാസം കഴിയുമ്പോൾ അടുത്ത സൈസിലേക്ക്. ഇത് എത്ര വർഷത്തോളം ഒരു ജബോട്ടിക്ക മരം നമുക്ക്? ജബോട്ടിക്ക നമ്മൾ 400, 500, 600, 700 വർഷം, എത്ര വർഷം കഴിയുന്നു അത്രയും അതിന്റെ ഭംഗി കൂടുക മരത്തിന്റെ. കാരണം മരം മുഴുവൻ ഫ്ലവർ ആയിട്ട് ഫ്രൂട്ടായിട്ട് നിൽക്കും. അതിങ്ങനെ അതിന്റെ തടിയെ കൂടി ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതിന്റെ റെഡ് കാണാം. ഇത് ശരിക്കും ഓരോ വെറൈറ്റീസാ, അതെല്ലാം വെറൈറ്റീസാ. ജബോട്ടിക്കയുടെ റെഡ് ഇത് കണ്ടോ, മരത്തേൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കണ്ടോ, മരത്തേൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആണ് മരമുന്തിരി. ഇത് റെഡാണ്. ഇത് ഞാൻ പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ ഇത് കണ്ട, പൊളിച്ചാൽ ഇങ്ങനെ കിട്ടും. ഇതാണ് നല്ല സ്വീറ്റായ, തിന്നു നോക്കാം. സൂപ്പറാണ്. ഒരു മുന്തിരി തിന്ന ഫീലൊന്നുമല്ല. ഇത് വേറെ ഏതൊക്കെയോ ഫ്രൂട്ട്സുകൾ കൂടുന്ന ഒരു നല്ലൊരു അതിൻ്റെ കണ്ടോ പ്ലം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. വളരെ നല്ലതാണ്.